അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദർ അൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. പുന്നാരപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിമാർ രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിലുള്ള കാര്യം പുന്നാരപ്പെട്ട റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവരെ പിൻപറ്റണം. ഇതിന്റെ വിശദീകരണം മുമ്പേ പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ ഒരു ആലിമിനെ നമ്മൾ അങ്ങോട്ട് പിൻപറ്റിയാൽ ഏത് നിലയിലാണ് പിൻപറ്റേണ്ടുന്നത്? ആദ്യം എന്റെ ഉസ്താദ് കുട്ടിയസം മൊയ്ലിയാര്, മണ്ണാർക്കാടുകാരനായ കുട്ടിയസം മൊയ്ലിയാര്, ഞങ്ങൾ 970 മണ്ണഞ്ചേരിയിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പര് പറയും, ചങ്ങായി 4 കൂട്ടുകാരെയാണ് അല്ലാഹു തന്നത്. വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്തിന്റെ അവസാനം ഉസ്താദ് ഓതും, അതേ മിനശ്ശുഹദാഇ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. നബിമാരെ പിൻപറ്റിക്കോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നബിയോടുള്ള മഹബ്ബത്തും ഇത്തിബാഉം അനുകരിക്കലും അംഗീകരിക്കലും പിൻപറ്റലും നീ മുറുകെ പിടിച്ചോ. സിദ്ദീഖീങ്ങളെയും ശുഹദാക്കന്മാരെയും ഇന്നൊരുപാട് സാലിഹീങ്ങളില്ലേ ചങ്ങായി, ആ സാലിഹീങ്ങളെയും നീ സ്നേഹിച്ചോ. എന്നിട്ട് മൂപ്പര് പറയും, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടോ? ആദ്യം ഒരു ആലിമുമായിട്ട് ബന്ധപ്പെട്ടാൽ കറാമത്ത് മുക്രമീങ്ങളുടെ കൂട്ടത്തിൽ എത്തണമെങ്കിൽ ഒരു ഹൈക്മത്താണ് ഈ പറയുന്നത്. മുക്രമീങ്ങൾ കറാമത്ത് ലഭിക്കപ്പെട്ട മഹാന്മാർ. കറാമത്ത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും കിട്ടുന്ന ഒരു സമ്മാനമാണ് കറാമത്ത്. അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും കിട്ടുന്ന സമ്മാനമാണ് കറാമത്ത്. ആ കറാമത്തിന് കോഴ്സ് ഇല്ല. ചില കോഴ്സുകൾ പഠിച്ചാൽ 10 വർഷം പഠിച്ചാൽ കറാമത്തിന്റെ ബാബു വരെ എത്തും. പിന്നെ കറാമത്തിന്റെ ആളായിത്തീരും, അയാൾ മുക്രമീങ്ങളിൽ പെട്ടവരായിത്തീരും എന്നൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞു തരികയാണ്, റുഅ്യത്ത് ആലിമിനെ കാണുക. രണ്ടാമത് ഖുർബത്ത് അടുക്കുക. മൂന്നാമത് മഹബ്ബത്ത് സ്നേഹിക്കുക. നാലാമത് ഖിദ്മത്ത്, അതേ തനിക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുക, ദാസപ്പണി ചെയ്യുക. അഞ്ചാമത് കേറിക്കോ ജന്നത്ത്, സ്വർഗത്തിൽ കേറിക്കോ. അപ്പോൾ കറാമത്തിന്റെ അഖിലുകാരനായി തീരുന്നത് ആദ്യം പണ്ഡിതനെ കാണുമ്പോൾ. പണ്ഡിതന്മാരിൽ സഹാബത്തിന്റെ പണ്ഡിതനാണ് റസൂലുള്ളാഹ്. താബിഈങ്ങളുടെ പണ്ഡിതന്മാരാണ് സഹാബത്ത്. താബിഈങ്ങളുടെ പണ്ഡിതന്മാരാണ് താബിഈങ്ങൾ. അങ്ങനെ അസ്വാബിൽ മുതസരിഫീങ്ങൾ അവർക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. ഗൗസുൽ ആദമും അനുയായികളുമായ ആൾക്കാർ അതിന് ശേഷമുള്ളവരുടെ പണ്ഡിതന്മാരാണ്. ഇങ്ങനെ ലോകാവസാനം വരേക്കും പണ്ഡിത ശൃംഖലയിൽ യാഥാർത്ഥ്യമായ വശം ലോകത്തിന്റെ എവിടെയെങ്കിലും അതുണ്ടാകും. അത് പറ്റേ നശിച്ചു പോകുകയില്ല. അപ്പോ റുഅ്യത്ത് ഒന്ന് കാണലാണ്. എങ്ങനെ പണ്ഡിതനെ കാണുന്നത്? നമ്മുടെ ഗുരുനാഥന്മാരെ നാം എങ്ങനെ കാണും? യോഗ്യന്മാരായ പണ്ഡിതന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരുമായിട്ട് കാണുക, കൂടുക, വർത്തമാനം പറയുക, അദ്കാറുകൾ ചോദിച്ചു മേടിക്കുക, ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ, ഏതൊരു കാര്യത്തിലുള്ള സംശയം, കുടുംബജീവിതം, മക്കളെ പഠിപ്പിക്കുന്നത്, ഭാര്യയെ സ്വീകരിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്, എങ്ങനെ അവളുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത്, അതേ ഭാര്യ പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് പേരിടുന്ന കാര്യം, ആ കുട്ടിക്ക് വേണ്ടി ദുആ ഇരക്കുക എന്നിത്യാദി എല്ലാ കാര്യങ്ങളിലും പണ്ഡിതന്മാരെ സന്ദർശിച്ചു കൊള്ളണം. അതാണ് റുഅ്യത്ത്. രണ്ടാമതോ ഖുർബത്ത്, അടുത്തടുത്ത് തന്നെ വരികയും
അടുത്തടുത്തേക്ക് വന്നിരിക്കുകയും ചെയ്യണം. മൂന്നാമത്തത് മഹബ്ബത്താണ്. മഹബ്ബത്ത് കൊണ്ടും വിലായത്തിന്റെ ഭാഗങ്ങളിലേക്ക്, കറാമത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ആലിമീങ്ങളെ ഇങ്ങനെ കണ്ട് അടുക്കുമ്പോൾ അതേ ചന്ദനത്തിനോട് ചാരിയാൽ ചന്ദനം മണക്കും, ചാണാക്കുഴിയോട് ചാരിയാൽ ചാണകം നാറും. അത്തറ് കച്ചവടക്കാരനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത്തറ് മണക്കും, കള്ള് ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ കള്ള് നാറും ഇല്ലേ എന്നതുമാതിരി ആലിമുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇൽമെന്ന പൂങ്കൊല നിന്റെ കൽബിലും നിന്റെ റൂഹിലും നിന്റെ ജീവിതത്തിലും ഉണ്ടാകും. പിന്നെ മഹബ്ബത്തുണ്ടാകണം അവരോട്. ആ മഹബ്ബത്ത് എങ്ങനെയാണ്? വല്ലാത്ത മഹബ്ബത്താണ് ദിക്റിനോട്. ദിക്റിനോട് വല്ലാത്ത മഹബ്ബത്ത്. പക്ഷേ ഞാൻ പള്ളിയിൽ എങ്ങനെ പോകുന്ന ആളല്ലല്ലോ, ഞാനെങ്ങനെ സൽക്കർമ്മം ചെയ്യുന്ന ആളല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മുഹറമത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. പണ്ഡിതന്മാരെ സ്നേഹിച്ചിട്ടില്ലാത്തവരാണല്ലോ. എന്നാലും എല്ലാവരും ദിക്ർ ഹൽക്കയിലേക്ക് പോകുന്നു, ഞാനും പോകുന്നു. അങ്ങനെ ഒരു ദിവസം പല അടുപ്പക്കാരും ശൈഖനീയ ഹൈറായ ശൈഖുമായിട്ട് ബന്ധപ്പെടാൻ പോയപ്പോൾ ഒരു ജാഹിലായ മനുഷ്യനും കൂടെ പോയി. ബാക്കിയുള്ളവർ പറഞ്ഞു, നീ വരണ്ട, നിനക്കവിടെ കബൂലിയത്തുണ്ടാവുകയില്ല. ഇയാളുടെ മനസ്സിനകത്ത് വളരെ വിഷമമുണ്ടായി. എന്നാലും പോയി. അങ്ങനെ ഒരാളിന്റെ നിർബന്ധപ്രകാരം ഇയാൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. വാടായവന്മാര് പറയുന്നത് മാതിരിയല്ല, ഷെയ്ഖ് നല്ല മനുഷ്യനാണ്, പോകാം. എല്ലാവരെയും വിളിച്ച് ഷെയ്ഖ് കണ്ടു. ഷെയ്ഖിന്റെ സമീപത്ത് എല്ലാവരും പോയി പല ദിക്റും വാങ്ങിച്ച് തിരികെ പോയപ്പോൾ ഈ സാധുവായ മനുഷ്യൻ കൽബ് നിറയെ മഹബ്ബത്തുമായിട്ട് നിൽക്കുന്നു. ഷെയ്ഖിനോടുള്ള മഹബ്ബത്താണ്. ഷെയ്ഖ് ഇയാളെ വിളിച്ചു. അടുത്ത് വന്നപ്പോൾ ഷെയ്ഖ് ഇയാളുടെ പിന്നിൽ നിന്ന ആളിനോട് പറഞ്ഞു, അൽ ബസൽ, അൽ ബസൽ, ഒരു ഉള്ളി വേണം, ഉള്ളി. അപ്പോ ഇയാൾ വിചാരിച്ചു, റബ്ബേ എനിക്കിതാ ദിക്റ് കിട്ടി. പക്ഷേ ഇയാളുടെ പിന്നിൽ നിന്ന ആളിനോട് പറഞ്ഞതാണ് ഷെയ്ഖ്, അൽ ബസൽ, ഒരു കഷ്ണം ഉള്ളി കൊണ്ടുവാ. അപ്പൊ ഇയാൾക്ക് ദിക്റും മാങ്ങാണ്ടിയും ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ മനുഷ്യൻ വിചാരിച്ചു അൽ ബസൽ എന്ന് പറഞ്ഞ ദിക്റായിരിക്കും. അൽഹംദുലില്ലാഹ്. ആ പിന്നോട്ട് നടന്ന് ഷെയ്ഖിനെ കണ്ണിൽ നിന്നും മറയുന്നത് വരേക്കും അദ്ദേഹം പോയി. കാട്ടിൽ പോയി. ആ കാട്ടടവിയുടെ ഇടയിൽ അയാൾ ഇതാ ഇബാദത്തുമായി കഴിയുന്നു. ഓക്കുന്നത് പോലുള്ള നിസ്കാരം, ഓക്കുന്നത് പോലുള്ള നോമ്പുകൾ, ദിക്റുകളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ചെല്ലും. അൽ ബസൽ അതിന്റെ 10 ഇരട്ടി ചെല്ലും. കാര്യം ഷെയ്ഖ് പറഞ്ഞു തന്നതാണ്. ഉള്ളി എന്നാണ് അതിന്റെ അർത്ഥം. കുറെ നാൾ കഴിഞ്ഞപ്പോ ആൾക്കാർ വന്ന് പറയുന്നു, കൂടെ വന്നിട്ട് ഒരാളങ്ങോട്ട് പോയി, അയാളിപ്പോ വലിയ സ്ഥാനമുള്ള ആളായി. കാട്ടിൽ വേട്ടയാടുന്ന ആൾക്കാരുടെ പരാതി മുഴുവനും നാട്ടിലുള്ള ആൾക്കാർ സിറ്റി പോലെ ആയിത്തീർന്നു. സഞ്ചാര ധൃതി കൊണ്ട്, സഞ്ചാര വലിപ്പം കൊണ്ട് ആ നാട് മുഴുവനും സിറ്റി പോലെയായിപ്പോയി. അങ്ങയുടെ മുമ്പിൽ വന്ന് ഒരു ദിക്റ് വാങ്ങിക്കൊണ്ടുപോയ ആളാണ്. അയാൾ ചൊല്ലുന്നത് അൽ ബസൽ, അൽ ബസൽ, അൽ ബസൽ എന്നാണ്. അയാൾ എന്തെല്ലാം ശിഷ്യന്മാർക്ക് വേണ്ടി പറയുന്നുവോ, അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ, അതെല്ലാം നിറവേറ്റി കൊടുക്കുകയാണ്. അൽ ബസൽ എത്തിച്ച സ്ഥാനം കണ്ടോ? ജാഹിലായി മനുഷ്യൻ വിചാരിച്ചു അൽ ബസൽ ദിക്റാണ് എന്ന്. അങ്ങനെ അങ്ങോട്ട് ചൊല്ലി, അൽ ബസൽ അങ്ങോട്ട് ചൊല്ലുകയാണ്. ഒരാൾ സംസം വെള്ളം കൊടുത്തൊരാള്, അയാളത് കുടിച്ചിട്ട് തോട്ടിലെ പച്ചവെള്ളം കോരിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സംസം വെള്ളമാണ്. ഇയാൾ വെളിയിലും പറഞ്ഞില്ല. അയാൾ കുടിച്ചു. വെള്ളം തീരും തോറും വീണ്ടും വീണ്ടും നിറച്ച്. അങ്ങനെ 110 വയസ്സുവരെ അയാൾ ജീവിച്ചു. അയാൾ അങ്ങ് മരിക്കുകയും ചെയ്തു. സംസം കുടിക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് അയാൾക്ക് കിട്ടുന്നു. അതാണ് മസ്അല, അതാണ് നിയമം. കാര്യം അയാൾ അറിഞ്ഞില്ല, അയാളെ പറ്റിച്ചതാണ്. അപ്പോൾ അൽ ബസൽ എന്ന് പറഞ്ഞത് ഷെയ്ഖ് പറ്റിച്ചതല്ല. ഷെയ്ഖ് സത്യം പറഞ്ഞതാണ്, എനിക്ക് വെള്ളം വേണം. ഷെയ്ഖേ ദിക്റേ
എന്നുള്ള മഹബത്തുമായിട്ട് നിന്ന ആൾ ഷെയ്ഖിന്റെ വായിൽ നിന്ന് വന്നത് അറിവ് കുറവായ കാരണത്താൽ അൽബസൽ എന്നുള്ള ദിക്റാണ് എന്ന്. അങ്ങനെ ഈ ഷെയ്ഖ് പോവുകയാണ് അയാളെ കാണാൻ. അവിടെ ചെന്നപ്പോ മറ്റേ ആള് ചാടി അങ്ങോട്ട് എണീറ്റ് ആലിലെ വിറയ്ക്കും മാതിരി വിറച്ചു, കൈകാലുകൾ പിടിച്ചു, ഉമ്മം വെച്ചു, കെട്ടിപ്പിടിച്ചു, മാറോട് മാറി ചേർത്ത് കെട്ടിപ്പിടിച്ചു, അതേ കയ്യെ പിടിച്ച് മുത്തി. എന്നിട്ട് കണ്ണിൽ കൂടി ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. ആ സമയത്ത് പറഞ്ഞ് എനിക്കൊരു പരാതിക്ക് വേണ്ടിയാണ് വന്നത്. ഈ ആദ്യത്തെ ഷെയ്ഖ് പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ഷെയ്ഖ് ആ പരാതി അവിടെ നിന്ന് എനിക്ക് അള്ളാഹുവിനോട് ദ്വാരെന്ന് വാങ്ങിത്തരണം. അത് സുബ്ഹാനല്ലാഹ്, എനിക്ക് ദിക്റ് പഠിപ്പിച്ചത് നിങ്ങളല്ലേ. ആകയാൽ റഹ്മാനെ, എനിക്ക് ഖൈറായ കാര്യം പഠിപ്പിച്ച ഞാൻ കണ്ട എന്റെ ഷെയ്ഖിന്റെ മനസ്സിനകത്ത് ഉദിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നീ കബൂലാക്കണം റഹ്മാനെ. വലിയ ദറജ എത്തുകയും ആ ഷെയ്ഖ് ഈ അൽബസൽ ഷെയ്ഖിന്റെ ഉള്ളി ഷെയ്ഖിന്റെ ഗാംഗാഹിൽ ദിക്ർ മജ്ലിസിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്താണ് രഹസ്യം? മഹബത്ത് ലേ, മഹബത്താണ്. ആ മഹബത്ത് കൊണ്ട് എവിടം വരേക്കും എത്തുവാൻ സാധിക്കും. അല്ലാഹു തആല കറാമത്തും വിലായത്തും ദഅവത്തും ദുആക്ക് അല്ലാഹു ഇജാബത്തും കൊടുക്കുന്നു അല്ലേ? അത് ഏറ്റുപാടിയെന്നുണ്ടായിരുന്ന പണ്ഡിതന്മാർ അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ, അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ, അല്ലാഹു അല്ലാഹു ഇലല്ലാഹി ലം യസിൽ, അല്ലാഹു അല്ലാഹു ഇലല്ലാഹി ലം യസിൽ. അൽബസൽ അൽബസൽ ഉള്ളി 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 എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് നടന്ന ആള് ഇലല്ലാഹി വസല, അള്ളാഹുമായിട്ട് ചെന്ന് ചേർന്നു. അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടി. അള്ളാഹു അള്ളാഹു യഥാർത്ഥത്തിൽ അല്ലാ 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 എന്ന് വിളിച്ചവരുടെ കൽബിനകത്ത് ദുന്യാവിന്റെ ചിന്തയായതുകൊണ്ട് ഉസ്താദിനോടും ഷെയ്ഖിനോടും മഹബത്ത് കുറവാണ്. ഞാൻ ദാക്കിറാണെന്നറിയണം, എനിക്ക് കുറെ ദിക്റുകൾ എനിക്ക് പഠിക്കണം, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവരുടെ നേതാവാകണം, അങ്ങനെ ദിക്റിന്റെ ഹോൾസെയിൽ ഏജന്റായി തീരണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നീ വരണ്ട, നീ അതിന് യോഗ്യതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞകറ്റുന്നത്. അതുകൊണ്ട് അല്ലാഹു അല്ലാഹു എന്ന ദിക്റുമായി നടന്നവർ ഇലല്ലാഹി ലം യസിൽ, അല്ലാഹുവിലേക്ക് ചെന്ന് ചേർന്നതും ഇല്ല. അപ്പോ മഹബത്തിന് ഇൽമല്ലടോ വിഷയം. മഹബത്തിനെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും പറയാത്ത ഒരാൾ, ഒരു മണ്ടനായ മനുഷ്യൻ ഖൈബറിൽ വെച്ച് റസൂലുള്ളാഹിനെ അങ്ങോട്ട് സ്നേഹിച്ചപ്പോൾ ഖൈബറിലുള്ള ജൂതന്മാർ ഇയാളെ അടിച്ചു കൊല്ലുകയാണ്. പുന്നാരപ്പെട്ട റസൂലുള്ള പറഞ്ഞു, ജീവിതത്തിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറഞ്ഞില്ല. എന്നോടുള്ള മഹബത്തിന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ ആത്മാവ്, അദ്ദേഹത്തിന്റെ റൂഹ് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് മഹബത്ത് വേണം. പിന്നെ ഖിദ്മത്ത് അങ്ങോട്ടെടുക്കണം. എന്തെല്ലാം നിലയിലുള്ള ഖിദ്മത്താണ്. പണമാണെങ്കിൽ അങ്ങനെ, അതേ വസ്തുവകകളാണെങ്കിൽ അങ്ങനെ. ഖിദ്മത്ത് എടുക്കുവാൻ വേണ്ടി ഒന്നുവിന് വെള്ളം കോരി കൊടുക്കുക, പായ് വാങ്ങിച്ചു കൊടുക്കുക, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ ഇതെല്ലാം കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ കാണലിൽ കൂടി അടുപ്പം, അടുപ്പത്തിൽ കൂടി മഹബത്ത്, മഹബത്തിൽ കൂടി ഖിദ്മത്ത്, ഖിദ്മത്തിൽ കൂടി ജന്നത്ത്. അങ്ങനെ സ്വർഗം കരസ്ഥമാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന പേരാണ് ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. സൂറത്ത് യാസീനിൽ കാണാം, അവരോട് അല്ലാഹു പറഞ്ഞു സ്വർഗത്തിൽ കടന്നോ. ഖാല, അപ്പോൾ യാ ലൈത ഖൗമി, അവർ പറയുകയാണ് എന്റെ കൗം അറിഞ്ഞിരുന്നുവെങ്കിൽ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ബിമാ ഗഫറ ലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. അതെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നു,
ഞങ്ങളെ മുക്രമീങ്ങളിൽ ഉൾപ്പെടുത്തി കറാമത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൽ കടന്നു എന്നുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇനിയെങ്കിലും അവർ നന്നായി പോയേനെ എന്ന് പരിശുദ്ധമായ ഖുർആൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിസ്കാരം, നോമ്പ്, ദിക്റുകൾ, സ്വലാത്തുകൾ ഇതെല്ലാം ഒടുങ്ങാതെ കുറെ നാളത്തേക്കാകാതെ ഇത് ജീവിതം മുഴുവനും കൊണ്ടുവന്ന് ഔലിയാക്കന്മാരോടുള്ള മഹബത്തിനെ നിലനിർത്തി മരണപ്പെടുന്ന അവസരം ഔലിയാക്കന്മാർ നമ്മുടെ ഹളറത്തിൽ വരികയും നമുക്ക് വേണ്ടി ദുആയിരക്കുകയും അല്ലാഹുമ്മ സഹിൽ ലഹു, ഇവന് വേണ്ടി ഇവന്റെ റൂഹിനെ പിടിക്കുന്നത് എളുപ്പമാക്കി കൊടുക്കുക എന്ന് ഔലിയാക്കന്മാരുടെ തിരിശഫാത്തുണ്ടാകുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം തമ്പുരാനെ. ബിജാഹി കൻസിൽ ഗിന സയ്യിദിന മുസ്തഫാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.